തിരുവനന്തപുരം പെരുമാതുറയിൽ കുട്ടികളെ കുത്തി നിറച്ചു കൊണ്ടുപോയ സ്കൂൾ ബസ് നാട്ടുകാർ തടഞ്ഞു. ചിറയൻകീഴ് നോബിൾ ഗ്രൂപ്പ് ഓഫ് സ്കൂളിലെ ബസ്സാണ് തടഞ്ഞത്. ഭയങ്കര തിരക്കാണ് ഈ ബസ്സിൽ എപ്പോഴും. നിങ്ങളെ ടീച്ചർമാരതൊക്കെ പറയുമ്പോൾ എന്തായിരുന്നു പറയും? ഞങ്ങളുടെ കുട്ടികൾ ഈ 9-ാം നമ്പർ ബസ്സിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ സാധാരണ കുട്ടികൾക്കൊരു സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അതില്ലാത്ത രീതിയിൽ കുട്ടികളെ കുത്തി ഞെരുക്കി കൊണ്ടുവന്നതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ വണ്ടി തടഞ്ഞു. അതിന് നമ്മളും സഹകരിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ നിങ്ങൾ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ അറിയാം എന്തുമാത്രം കുട്ടികളെയാണ് ഇതിൽ കുത്തി ഞെരുക്കി കൊണ്ടുവരണേ. വിവരങ്ങളുമായി മീര മോഹനാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. മീര, ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ്. ഇത്രയും കുട്ടികളെ കുത്തിനിറച്ചു കൊണ്ടുപോകുന്നു. അതാണ് കുട്ടികളും ബന്ധുക്കളും അടക്കമുള്ള ആളുകൾ പറയുന്നത്. ഇത് ഏത് സ്കൂളിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? അവരുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും വിശദീകരണം ലഭ്യമാണോ? സ്വാതി, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ കുട്ടികളെ കുത്തിനിറച്ച രീതിയിൽ ബസ് പോകുന്നത് നാട്ടുകാർ തടഞ്ഞത്. പെരുമാതുറയിലാണ് സംഭവം. ഇത് നിരവധി തവണ ഈ കുട്ടികളും രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ ഈ സ്കൂളിന്റെ അധികൃതരോട് പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ചിറയൻകീഴ് നോബിൾ ഗ്രൂപ്പ് ഓഫ് സ്കൂളിന്റെ ബസ്സാണ് ഇത്തരത്തിൽ നാട്ടുകാർ തടഞ്ഞത്. നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് നിരവധി തവണ ഈ വിഷയം അധികൃതരോട് ചൂണ്ടിക്കാട്ടിയെങ്കിലും അവർ യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്നാണ്. 65ഓളം കുട്ടികളാണ് ഈ ബസ്സിൽ സഞ്ചരിക്കുന്നത്. കഠിനകുളം പോലീസ് ആ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ തീരുമാനമാകാതെ ബസ് വിട്ടു നൽകില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒത്തിരി കുട്ടികളാണ് ഒരു ബസ്സിൽ ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ സഞ്ചരിക്കുന്നത്. ശരി മീര, തിരുവനന്തപുരം പെരുമാതുറയിലാണ് കുട്ടികളെ കുത്തിനിറച്ചുകൊണ്ട് പോയ സ്കൂൾ ബസ് നാട്ടുകാർ തടഞ്ഞത്. ചിറയൻകീഴ് നോബിൾ ഗ്രൂപ്പ് ഓഫ് സ്കൂളിലെ ബസ്സാണിത്.